ഇവിടെ ദീനിന്റെ കാര്യം പറയുന്നത്, ദീനിന്റെ നിലപാട് പറയുന്നത് അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അതിനാരും കടിഞ്ഞാരുടെ ഭരണ നിന്റെ രാഷ്ട്രം കൊണ്ട് നീ പോ, 4 വോട്ട് മേങ്ങിയിട്ട് കട്ടറിന്റെ പണിയെടുത്തിട്ട് പൈസാക്ക്. ദീന് പറയുന്നതിന് തടയാൻ ഒരു പാർട്ടിക്കാരും വരണ്ട. അത് ഏതായെങ്കിലും മോശമില്ല. പച്ചായങ്ങവും ചോപ്പായങ്ങവും 2 മിക്സ് ആയതായങ്ങോ എന്തേ വരുന്നാണ്ട് വിളിക്കാനല്ലേ? വിളിക്കണ്ട. അതിനിപ്പോ എന്താ ആരുടെ കാത്തി നിങ്ങൾ വിളിക്കണേറ്റ്? ദീന് പറയാൻ പണ്ഡിതന്മാർക്ക് കൂച്ചുവില കിടന്നെ, അത് പറയണ്ട, ഇത് പറയണ്ട. പിന്നെ ഇത് കൊപ്പറിന്റെ വില അല്ലാണ് ഇവിടെ വന്ന് ഞാന്. പിന്നെ ഇതിനെ വിളിപ്പിച്ചേ മഹാന്മാർ കണ്ടില്ല. ഇന്നിപ്പോ മഹാന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ വലിയവരായ മഹാന്മാർ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന് വലിയ നേതൃത്വം നൽകാൻ അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് ഏറ്റി കൊടുക്കട്ടെ. എല്ലാവരും പറഞ്ഞു ദീനിന്റെ നിലപാട് പറയും, ദീനിന്റെ മസാല പറയും, ദീനിന്റെ ആചാരങ്ങൾ പറയും. അവിടെ പിന്നെ ഇനി തടസ്സം വരാൻ ആരും നിൽക്കണ്ട. അത് നിങ്ങളോടല്ല, അത് ഈ ദീൻ ഉൾക്കൊള്ളുന്നവരോടാ, ഈ ദീൻ അംഗീകരിക്കുന്നവരോടാ, ഈ ദീൻ സ്വീകരിക്കുന്നവരോട്.